Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പയ്യന്നൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കൾ പയ്യന്നൂരിൽ പിടിയിൽ. മയിൽ സ്വദേശികളായ അജ്മൽ, മുസമ്മിൽ എന്നിവരെയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയത്. 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കൾ പയ്യന്നൂരിൽ പിടിയിലായി. കമ്പിൽ നാറാത്തെ പുന്നക്കൽ ഹൗസിൽ മുസമ്മിൽ, നാറാത്ത് പള്ളിപ്പറമ്പയിലെ പുളിക്കൽ ഹൗസിൽ അജ്മൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശനിയാഴ്ച ഉച്ചയോടെയാണ് ഹാഷിഷ് ഓയിലുമായി ഇരുവരും പിടിയിലായത്. കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പയ്യന്നൂർ പോലീസിന്റെ സഹായത്തോടെ ഇവരെ പിടികൂടിയത്. 3 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കാങ്കോൽ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് കവർച്ച. ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്നുള്ള അരയാൽ തറയിൽ സ്ഥാപിച്ച സ്റ്റീൽ ഭണ്ഡാരമാണ് തകർത്ത് കവർച്ച നടത്തിയത്. പയ്യന്നൂർ കാങ്കോൽ ശ്രീ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് കവർച്ച. ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്നുള്ള അരയാൽ തറയിൽ സ്ഥാപിച്ച സ്റ്റീൽ ഭണ്ഡാരമാണ് തകർത്ത് കവർച്ച നടത്തിയത്. ശനിയാഴ്ച രാത്രി 8:30-നും 9:30-നും ഇടയിലാണ് സംഭവം. ഈ സമയത്ത് തകർത്ത ഭണ്ഡാരവുമായി പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യം ക്ഷേത്രത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തകർത്ത ഭണ്ഡാരം ക്ഷേത്ര വഴിപാട് കൗണ്ടറിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുത്തൂർ ഒയോളം ഭാഗത്ത് കാട്ടുപന്നികളുടെ ശല്യം പ്രതിരോധിക്കാൻ എം-പാനൽ ഷൂട്ടേഴ്സ് രംഗത്തിറങ്ങി. അമ്പലം മൈതാനിയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ ഒയോളം ഭാഗത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയത് പ്രതിരോധിക്കാൻ ഗ്രാമപഞ്ചായത്ത് എത്തി. കർഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണിത്. തളിപ്പറമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള 25 പേരടങ്ങുന്ന എം-പാനൽ ഷൂട്ടേഴ്സാണ് ഇതിനായി എത്തിച്ചേർന്നത്. പരിശീലനം ലഭിച്ച 3 നായകളും ഇവരോടൊപ്പമുണ്ട്. വിനോദ് പുല്ലുപാറയാണ് ടീം ലീഡർ. കാട്ടുപന്നികളെ നിയമാനുസരണം വെടിവെച്ച് കൊന്ന് സംസ്കരിക്കും. പുത്തൂർ അമ്പല മൈതാനിയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നിവേദനം പഞ്ചായത്തിന് കുറച്ച് ദിവസം മുമ്പ് നൽകുകയുണ്ടായി. ആ നിവേദനം കിട്ടിയ ഉടനെ തന്നെ, കാരണം കാർഷിക മേഖല പഞ്ചായത്ത് വളരെ ഗൗരവത്തോടെ എടുക്കുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുക എന്ന് പറയുന്നത് പഞ്ചായത്ത് ഒരു മുഖ്യ ലക്ഷ്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ആ നിവേദനം കിട്ടിയ ഉടനെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുകയും ആ അഭ്യർത്ഥന അവർ ആ സമയം തന്നെ സ്വീകരിക്കുകയും അവരുടെ മുഖ്യ പരിഗണന പെരളം പഞ്ചായത്തിന് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് 30-30ലധികം വരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ടീം ഷൂട്ടേഴ്സ് സംഘം ഇപ്പോൾ പെരളത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് R.K. രാധാമണി ചടങ്ങിൽ അധ്യക്ഷയായി. വാർഡ് മെമ്പർമാരായ K. സജിനി, സുനിമോൾ AK, P. ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹെറിറ്റേജ് ടൂറിസം നൂതന ആശയമല്ലെങ്കിലും ഇത്തരമൊരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാവുമ്പോൾ അതിന്റെ പ്രാധാന്യം വേറിട്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുൻപ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്ര സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിപണനവും വിനോദവും ഓർത്തിണക്കിയാണ് ഈ സെൻറ്റർ ഒരുക്കിയിരിക്കുന്നത്. ഭാവിയിൽ മലബാർ കിസാൻ മേള നടത്തുന്നതിന് ഈ അഗ്രി ടൂറിസം സെൻറ്റർ പര്യാപ്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഉദ്ദേശത്തോടെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഫാം കർണിവൽ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തി വരുന്നത്. സമുച്ചയത്തിലെ ചമയം ഓഡിറ്റോറിയം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ദർപ്പണം എക്സിബിഷൻ ഹാൾ ഇ ചന്ദ്രശേഖരൻ MLAയും ഹരിതവനവും പച്ചത്തുരുത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമും ബാംബു പാർക്ക് കലക്ടർ കെ ഇമ്പശേഖറും ശലഭോദ്യാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരിയും വിദേശ ഫലവൃക്ഷത്തോട്ടം പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദരണീയരായ നേതാക്കൾ, സദസ്സിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരു നാടിൻ്റെ ഒരു ജനതയുടെ മാറ്റത്തിന് വേണ്ടി, ഗുണപരമായ മാറ്റത്തിന് വേണ്ടി ഉജ്ജ്വലമായ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സനൽ, പിലിക്കോട് പഞ്ചായത്ത് അംഗം TV മിനി, രതീഷ് പിലിക്കോട്, P കുഞ്ഞിക്കണ്ണൻ, MP മനോഹരൻ, കരീം ചന്ദേര തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. സംസ്കൃതി കേന്ദ്രത്തിൽ ശില്പ ചിത്ര നിർമ്മാണം പൂർത്തീകരിച്ച ശില്പി സുരഭി ഈയക്കാട്, കേന്ദ്രത്തിലേക്ക് പഴയകാല കാർഷിക ഉപകരണങ്ങൾ നൽകിയ വാസുദേവൻ നമ്പൂതിരി, O നാരായണൻ എന്നിവരെ ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നറിയിക്കുന്നു. പരിപാടിയുടെ ഭാഗമായുള്ള മറ്റു ഉദ്ഘാടനങ്ങൾ ഇനി ക്രമാനുസൃതമായി ആരംഭിക്കുകയാണ്. നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ചെറുവ്യായാമങ്ങൾ ചെയ്യുന്നതിനും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും ഉതകുന്ന രീതിയിലുള്ള കളിക്കളങ്ങൾ നാടിന്റെ പൊതുവായ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂരിലെ നടക്കാവിൽ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിറ്റി സ്പോർട്സ് എന്ന ആശയം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും കായിക രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചതെന്നും കാസർഗോഡിന്റെ കായിക മുന്നേറ്റത്തിനും രാജ്യവും ലോകവും ഉറ്റുനോക്കുന്ന മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും ഈ ആധുനിക സ്റ്റേഡിയം ഉപകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഞ്ചായത്തുകളുടെ വിവിധ കമ്പനികളുടെ CSR ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് അതേമാതിരി എംപിമാരുടെയൊക്കെ ഫണ്ടുകൾ, ഇങ്ങനെ വിവിധ ഫണ്ടുകൾ ഏകോപിപ്പിച്ച് നാടിന്റെ പൊതു ആവശ്യമായ ഇതുപോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നൂറുകണക്കിന് കായിക പ്രേമികളെയും നാട്ടുകാരെയും സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. സംസ്ഥാന കായിക വകുപ്പ് 30 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ടെന്നീസ്, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ കളിക്കളങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയവും കബഡി കോർട്ട്, നിലവിലുള്ള സിന്തറ്റിക് 11s ഫുട്ബോൾ കോർട്ടും ഉൾക്കൊള്ളുന്നതാണ്. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, M രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജിദ സഫറുള്ള ഇ കുഞ്ഞിരാമൻ, കായിക വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ CS പ്രദീപ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കണ്ണൂർ വിഷനും നെറ്റ്വർക്ക് ചാനലും കാൻട്രസ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി സഹകരിച്ചുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. എക്സാം പേടി എങ്ങനെ മാറ്റാം, തുടർ പഠന സാധ്യതകൾ എന്തൊക്കെയെന്ന വിഷയത്തിലാണ് ക്ലാസുകൾ നടന്നത്. കണ്ണൂർ വിഷനും നെറ്റ്വർക്ക് ചാനലും കാൻട്രസ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസുമായി സഹകരിച്ചുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. എക്സാം ഫിയർ എങ്ങനെ മാറ്റാം, തുടർ പഠന സാധ്യതകൾ എന്തൊക്കെയെന്ന വിഷയത്തിലാണ് ക്ലാസുകൾ നടന്നത്. പയ്യന്നൂർ COA ഭവനിൽ നടന്ന ക്ലാസ്സിൽ വിദഗ്ധരായ ഫാക്കൽറ്റികൾ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരീക്ഷയിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏറ്റുകുടുക്ക AUP സ്കൂളിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ചിത്രകാരൻ റോഷ്നി അരമന ഉദ്ഘാടനം ചെയ്തു. ഏറ്റുകുടുക്ക AUP സ്കൂളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 80ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ചിത്രകാരൻ റോഷ്നി അരമന ഉദ്ഘാടനം ചെയ്തു. തണലിൽ വളരുന്നവര് തണലില്ലാതാവുമ്പോൾ തളരും. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം തന്നോടൊപ്പം ചേർത്ത് വളർത്തുന്നവരാണ്. തന്നോടൊപ്പം ചേർത്ത് വളർത്തുന്നവര് തന്നേക്കാൾ വളരുമ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ കൊത്തി ഒതുക്കും. അപ്പോൾ അവർക്ക് അതിനപ്പുറം വളരാൻ കഴിയും. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവര് തന്നേക്കാൾ മേലെ വളരാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കുന്നവരാണ്. അവര് തൻ്റെ കീഴിൽ നിന്നും ആ ചെടിയെ പറിച്ച് അകലത്ത്. ചടങ്ങിൽ MV സുനിൽകുമാർ അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ CK രമേശൻ മാസ്റ്റർ, സ്വപ്ന ടീച്ചർ, ദീപ്തി ടീച്ചർ, പ്രീത ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ IT പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലം വ്യവസായ പാർക്കിന് വേണ്ടി സർക്കാർ വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്ത സ്ഥലം പയ്യന്നൂർ MLA TI മധുസൂദനൻ സന്ദർശിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ IT പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലം വ്യവസായ പാർക്കിന് വേണ്ടി സർക്കാർ വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്ത സ്ഥലം പയ്യന്നൂർ MLA TI മധുസൂദനൻ സന്ദർശിച്ചു. 2008-ൽ LDF സർക്കാരിന്റെ കാലത്ത് ഗ്രാമീണ മേഖലയിൽ IT പാർക്കുകൾ സ്ഥാപിക്കാൻ പുല്ലുപാറയിൽ 25 ഏക്കർ റവന്യൂ ഭൂമി ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഗ്രാമീണ മേഖലയിൽ IT പാർക്കുകൾ പ്രായോഗികമല്ല എന്ന കണ്ടെത്തലിനെ തുടർന്ന് പദ്ധതി ഉപേക്ഷിച്ചു. എന്നാൽ ഏറ്റെടുത്ത ഭൂമി മാതൃകാപരമായി ഉപയോഗപ്പെടുത്താൻ വ്യവസായ പാർക്ക് എന്ന ആശയം MLA മുന്നോട്ട് വെച്ച് മന്ത്രി P രാജീവിന് നിവേദനം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതാ പഠനം നടത്താൻ കിൻഫ്രയെ ചുമതലപ്പെടുത്തി. പൊതുവിഭാഗത്തിൽ വരുന്ന ചെറിയ വ്യവസായ പാർക്കുകൾക്ക് ഭൂമി അനുയോജ്യമാണെന്ന് കിൻഫ്ര ശുപാർശ ചെയ്യുകയായിരുന്നു. ഇനിയിപ്പോൾ റവന്യൂ വകുപ്പ് ഇത് കിൻഫ്രക്ക് കൈമാറുന്നതോടുകൂടി വ്യവസായങ്ങൾക്ക് വേണ്ടി ഭൂമി ആളുകൾക്ക്, ആവശ്യക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകും. നടപടികളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ ആഴ്ച 2 പേര്, ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 2 യുവ സംരംഭകർ അവരുടെ 2 സംവിധാനങ്ങൾ ഇവിടെ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങുന്നതിന് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വരികയുണ്ട്. അടിയന്തരമായിട്ട് നിങ്ങൾ ഭൂമി ലഭ്യമാക്കി തന്നാൽ ഞങ്ങൾ അത് ഫ്ലൈവുഡ് വ്യവസായ മേഖലയിലുണ്ട്, ഗാർമെൻറ്റ് വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുണ്ട്, 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ സംരംഭങ്ങൾ ഈ സ്ഥലം അനുവദിച്ച് കിട്ടിയാൽ ഞങ്ങൾ അത് തുടങ്ങാൻ, അതിവേഗത്തിൽ തുടങ്ങാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നുള്ള വിവരം ഞങ്ങളോട് പറയുന്ന, നല്ല പ്രതീക്ഷ നൽകുന്ന ചില അനുഭവങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നാടിൻ്റെ മോചനമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത, വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ, മെമ്പർമാരായ CP അജയൻ, ശോഭ CA, TK രാജൻ, ഗിരീഷ് VV എന്നിവരും MLAയോടൊപ്പം സ്ഥലം സന്ദർശിക്കാനായി എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നെരുവമ്പ്രം UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. ഏഴോം പഞ്ചായത്ത് സ്റ്റോപ്പിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നെരുവമ്പ്രം PK സ്ക്വയറിൽ സമാപിച്ചു.
വാദ്യമേളത്തോടും മുത്തുക്കുടകളും വിവിധ നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി. ഘോഷയാത്രയ്ക്ക് ശേഷം നെരുവമ്പ്രത്ത് ഉദ്ഘാടന സമ്മേളനം നടന്നു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് കേരള സർവകലാശാല ഡയറക്ടർ ഡോക്ടർ എം.എ. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എൻ. ഗീത അധ്യക്ഷയായി. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂരിൽ PM ശ്രീ ഭാഗമായി 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. പ്രശസ്ത ശില്പി MB രവീന്ദ്രൻ ക്ലാസ് എടുത്തു. കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂരിൽ PM ശ്രീ ഭാഗമായി 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. പ്രശസ്ത ശില്പി MV രവീന്ദ്രൻ ക്ലാസ് എടുത്തു. 135ഓളം കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടമാക്കാൻ ശില്പശാല ക്ലാസ്സിന് സാധിച്ചു. ചവർപ്പും പുളിയും മധുരവുമുള്ള നെല്ലിക്ക മുതൽ അമ്മയും കുഞ്ഞും, അപ്പൂപ്പൻ, അമ്മൂമ്മ, പഴയകാല മൺപാത്രങ്ങൾ, ഗാന്ധിജി, അധ്യാപകന്റെ ജീവിത സമർപ്പണം വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ വിവിധങ്ങളായ സർഗരചനകൾ പിറവിയെടുത്തു. ചടങ്ങിൽ സുധാ ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഐശ്വര്യ AV, കേന്ദ്രീയ വിദ്യാലയ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് രമേശൻ N തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.